സിനിജി ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനമടക്കം ആക്രമിച്ചപ്പോൾ കഷ്ടിച്ച് രക്ഷപ്പെട്ട ആളാണ് മസൂദ് അസർ. ഇന്ത്യ കാലങ്ങളായിട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭീകരവാദിയാണ്. അദ്ദേഹം ഇപ്പോൾ പാക് അധീന കാശ്മീരിൽ വന്നു എന്നുള്ള തരത്തിലുള്ള ഇൻ്റലിജൻസ് വിവരങ്ങൾ വരുന്നു. ഇന്ത്യ കൃത്യമായ ആളെ ട്രാക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ബഹവൽപൂരാണ് ശരിക്കും പറയുന്നത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടേക്കാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ ആക്രമണം നടത്തിയത്. അന്ന് നടത്തിയ ആക്രമണത്തിൽ ഈ മസൂദ് അസറിൻ്റെ 10 ബന്ധുക്കൾ കൊല്ലപ്പെട്ടു. ഇയാളെ ഒരുപക്ഷെ പാകിസ്ഥാൻ ആർമി തന്നെ സംരക്ഷിച്ച് മറ്റൊരു സുരക്ഷിത താവളത്തിലേക്ക് മാറ്റിയതുകൊണ്ട് മാത്രം കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അതാണ് പറയാനുള്ളത്. ഇപ്പം മസൂദ് അസർ നിലവിലുള്ള ബഹവൽപൂരിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി എന്നാണ് പറയുന്നത്. ഇത് പറയുന്നത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമാണ്. കാരണം ഇയാൾ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ ഉൾപ്പെടുന്ന മേഖലയിലേക്കാണ് മാറിയത്. അതായത് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയിലുള്ള സ്കർദുവിലെ സച്ച്പാറ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ ഇയാൾ അതിന് സമീപത്തുള്ള ഒരു തടാകത്തിനടുത്തൂടെ നടന്നു പോകുന്നു. ഇതിൻ്റെ ഫോട്ടോകളും ദൃശ്യങ്ങളുമാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇത് തടാകങ്ങളുടെ ഒരു നാടാണ് ഈ സച്ച്പാറ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇയാൾ എന്തിനു വന്നു? സാധാരണഗതിയിൽ നിൽക്കുന്ന ബഹവൽപൂരിൽ നിന്ന് 1000 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രമേ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലുള്ള ഈ സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ അവർ ബഹവൽപൂരിൽ നിന്ന് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം മാറ്റാൻ ശ്രമിക്കുന്നു. കാരണം ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനത്തിന് നേരെ നടത്തിയ ആക്രമണത്തിൽ അവിടുത്തെ മർക്കസ് ഉൾപ്പെടെ തകർന്നു. അവിടെയാണ് പരിശീലന കേന്ദ്രം നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു. പക്ഷേ ഇയാൾ അവിടെ നിന്ന് പോയില്ല. ബഹവൽപൂരിൽ തന്നെ ഉണ്ടെന്ന് പ്രചരിപ്പിക്കാൻ ജെയ്ഷെ മുഹമ്മദിൻ്റെ കുറേ ഭീകര പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. ഇയാളുടെ പഴയ ഓഡിയോ എടുത്തിടുന്നു, ഇയാളുടെ പഴയ വീഡിയോ എടുത്തിടുന്നു. എന്ന് വെച്ചാൽ ഇയാൾ ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങളെങ്ങും പോയിട്ടില്ല. പക്ഷേ ഈ മസൂദ് അസർ ഭയപ്പെടുന്നു. കാരണം ഇന്ത്യക്ക് നേരെ പത്താൻകോട്ട ആക്രമണം ഉൾപ്പെടെ ഈ പഹൽഗാം ആക്രമണം ഉൾപ്പെടെ എല്ലാത്തിൻ്റെയും സൂത്രധാരൻ ഇയാളാണ്. അങ്ങനെ നടപ്പാക്കുന്ന ഇയാൾക്ക് സ്വാഭാവികമായിട്ടും വലിയ പിന്തുണ കിട്ടും. അപ്പോൾ ഇയാളെ സംരക്ഷിക്കുന്നത് ഈ ഭീകരവാദികൾ മാത്രമല്ല, പാകിസ്ഥാൻ പട്ടാളവുമുണ്ട്. കാരണം മതവും പട്ടാളവുമാണ് അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അങ്ങനെയുള്ള ഈ പറയുന്ന ഈ മസൂദ് അസർ സ്ഥലം മാറി എന്ന് പറഞ്ഞാൽ ഇവരുടെ ആസ്ഥാനം മാറ്റിയതൊരർത്ഥമുണ്ട്. ഇപ്പോൾ പറയുന്നത് ജാങ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ സ്ഥലത്തേക്ക് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം മാറ്റാൻ പോകുന്നു. അവിടെ 105 ഏക്കർ വരുന്ന ഒരു സ്ഥലം, അവിടെ ഒരു പള്ളി, ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്ക് മാറ്റുന്നു. എന്ന് പറഞ്ഞാൽ അവിടേക്ക് കൂടുതൽ കുട്ടികളെ മദ്രസ പഠനത്തിൽ ഉൾപ്പെടെ കൊണ്ടുവരുന്നു. എന്നിട്ട് ഇവർ ഈ പറയുന്ന ട്രെയിനിങ് ക്യാമ്പുകൾ നടത്തുന്നു. ഇതാണ് ലക്ഷ്യം. പക്ഷേ ഇത്തരം ഒരു ലക്ഷ്യത്തിലേക്ക് എന്തിനാണ് മസൂദ് അസർ മാറുന്നത് എന്നുള്ളത് വളരെ ഗൗരവമായൊരു ചോദ്യമുണ്ട്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യ വിരുദ്ധ നിലപാടുള്ള ഒരു കൂട്ടം ആളുകളുടെ സ്ഥലമാണ്. ഏതെങ്കിലും കാരണവശാൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തുടർച്ചയായിട്ട് നമ്മളും പാകിസ്ഥാനും ഒരു സംഘർഷം ഉണ്ടായാൽ നമ്മൾ ആദ്യം ഇനി അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് POK-യിലായിരിക്കും. അങ്ങനെ അറ്റാക്ക് ചെയ്താൽ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ പട്ടാളം വരുന്നതിന് മുമ്പ് ഇന്ത്യ വിരുദ്ധ നിലപാടുള്ളവർ നമ്മളെ ആക്രമിക്കില്ലേ? അതിനുശേഷമായിരിക്കും പാകിസ്ഥാൻ പട്ടാളം വരുന്നത്. അപ്പോൾ അസിം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവി പറയുന്നത് അവിടെയുള്ളവർ യൂണിഫോം ഇടാത്ത പട്ടാളക്കാരും യൂണിഫോം ഇട്ടവരുമാണ്. ഇടാത്തവർ എന്ന് പറഞ്ഞാൽ ഭീകരവാദികളാണ്. അപ്പം മസൂദ് അസർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടണമെങ്കിൽ, ഈ സ്കർദ് എന്ന് പറയുന്ന മേഖലയിൽ ഓടണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും. എന്തായിരിക്കും കാരണം? ഒന്നുകിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് നേരെ വീണ്ടും ഒരു ആക്രമണം നടത്താം. പക്ഷേ പാകിസ്ഥാനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾ ഒരു ആക്രമണമോ പ്രകോപനപരമായ നിലപാടോ എടുത്താൽ അത് യുദ്ധപ്രഖ്യാപനമായിട്ട് ഞങ്ങൾ എടുക്കുകയും നിങ്ങളെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു പദ്ധതി ജെയ്ഷെ മുഹമ്മദോ അതല്ലെങ്കിൽ പാകിസ്ഥാൻ ഭരണകൂടമോ പ്ലാൻ ചെയ്താൽ അതുകൊണ്ട് ഇവരുടെ തലവനെ മാറ്റിയതാണെങ്കിലോ അല്ലെങ്കിൽ തലവൻ മാറിയതാണെങ്കിലോ അങ്ങനെ ഒരു സാധ്യതയില്ലേ? അല്ല, നേരത്തെ ബിലാവൽ ഭൂട്ടോ പോലുള്ള പാകിസ്ഥാൻ്റെ മുൻ വിദേശകാര്യമന്ത്രിയേക്കാൾ അവകാശപ്പെട്ടത് ഇയാൾ പാകിസ്ഥാനിലില്ല, അഫ്ഗാനിസ്ഥാനിലാണ്, ഇന്ത്യ വിവരം തന്നാൽ അറസ്റ്റ് ചെയ്യാൻ സന്തോഷമേ ഉള്ളെന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളതിന് തെളിവല്ലേ ഇപ്പോൾ? അതെ, അത് വളരെ നിർണായകം. കാരണം ബിലാവൽ ഭൂട്ടോ പറയുന്നത് ന്യൂഡൽഹിക്ക് ഒന്ന് ചൂണ്ടിക്കാണിക്കാമോ, ഇയാൾ പാകിസ്ഥാനിലുണ്ടെന്ന് കാണിക്കാമെങ്കിൽ ഞങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള സഹായം ചെയ്തു തരാം. അപ്പോൾ ബിലാവൽ ഭൂട്ടോ പറയുന്നു ഇയാളില്ല, അഫ്ഗാനിസ്ഥാനിലാണെന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം ഇയാൾ ഒരു തടാകത്തിൻ്റെ കരയിലൂടെ നടക്കുന്ന ചിത്രങ്ങൾ പുറത്തു വിടുന്നു. എന്നാൽ ഇയാൾ അവിടെ ഇല്ലെന്ന് വരുത്തി തീർക്കാൻ ജെയ്ഷെ മുഹമ്മദ് പ്ലാൻ ചെയ്യുന്നു. ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ചില സംഭവവികാസങ്ങളൂടെ നമ്മൾ നോക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെ വീട്ടിൽ പോയി കാണുന്നു. ഇവർ തമ്മിലൊരു മീറ്റിംഗ് നടത്തുന്ന അസ്വാഭാവികതയൊന്നുമില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട സമയങ്ങൾ മാത്രമേ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസിഡന്റിനെ ഔദ്യോഗിക വസതിയിൽ പോയി കാണാറുള്ളൂ. ഇതിനുശേഷം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും തമ്മിലൊരു കൂടിക്കാഴ്ച നടത്തുന്നു. അതിനുശേഷം അനിൽ ചൗഹാൻ എന്ന് പറയുന്ന നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഉണ്ട്, അദ്ദേഹവും 3 സൈനിക മേധാവികളും അജിത് ഡോവലുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തുന്നു. അപ്പോൾ ഇങ്ങനൊരു കൂടിക്കാഴ്ച നടത്തിയ എന്തിനാണ്? അപ്പോൾ എന്തൊക്കെയോ സംഭവവികാസങ്ങൾ നമ്മളും പ്ലാൻ ചെയ്യുന്നു. അതല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് എന്തോ പ്രകോപനം ഉണ്ടാകുന്നു എന്ന് കണ്ടിട്ട് നമ്മൾ അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കം നടത്തുന്നു. അങ്ങനെയും കരുതാം. 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ 3 മിസൈലുകൾ കഴിഞ്ഞ 3-4 ദിവസങ്ങളിൽ നമ്മൾ
പരീക്ഷിച്ചിരുന്നു അല്ലെ. അഗ്നി, പൃഥ്വി, അതുപോലെ തന്നെ നമ്മുടെ ആകാശ് എന്ന് പറയുന്ന. അപ്പോൾ ഈ മിസൈലുകളൊക്കെ പെട്ടെന്ന് പരീക്ഷിക്കുന്നു, നമ്മുടെ സേനയിലേക്ക് അതിനെ സജ്ജമാക്കുന്നു, റെജിമെന്റ് 3/4 മാറ്റുന്നു. മറ്റൊരു നീക്കം എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലേക്ക് ഏതാണ്ട് CRPF ജവാന്മാർ 20,000-ഓളം പേരെ അധികമായിട്ട് നമ്മൾ വിന്യസിക്കുന്നു. എന്തിനാണ് CRPF ജവാന്മാരെ അങ്ങോട്ട് വിന്യസിക്കുന്നത്? ഒപ്പം നമ്മുടെ എയർബേസിൽ കിടക്കുന്ന വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, പല യുദ്ധവിമാനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുന്നു. അതായത് യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വീകരിക്കേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നു. ക്വിക്കായിട്ടുള്ള മന്ത്രിതല യോഗങ്ങൾ നടത്തുന്നു. പ്രധാനമന്ത്രിയും പ്രസിഡന്റും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു. ഇതും ഈ പറയുന്ന മസൂദ് അസറിൻ്റെ ഓട്ടവുമായി ബന്ധപ്പെട്ടും. ശരിക്കും പറഞ്ഞാൽ മസൂദ് അസർ ഭയപ്പെട്ടിട്ട് നിലവിൽ ബഹാവൽപൂരിൽ നിന്ന് ഓടുകയാണ് ഈ POKയിലേക്ക്. ഇയാൾ ഓടുന്ന എന്തിനാണ്? ഒന്നുകിൽ ഇന്ത്യയുടെ നീക്കം മണത്തറിഞ്ഞ്, അതല്ലെങ്കിൽ അയാളുടെ നീക്കം കണ്ടുകൊണ്ട് ഇന്ത്യ തയ്യാറെടുക്കുന്നു. അങ്ങനെ നമുക്ക് കണക്ക് കൂട്ടിയൂടെ? ഉറപ്പായിട്ടും ഒരു പ്രതികാര നടപടി, അതായത് ഭീകരവാദ സംഘടനകൾക്ക് പ്രതികാര നടപടി അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അപ്പോൾ അത്തരത്തിലൊരു വലിയൊരു പദ്ധതി അവർ ആസൂത്രണം ചെയ്യുന്നുണ്ടാവും. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളടക്കം പുറത്തു വന്ന സ്ഥിതിക്ക് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംഘം അദ്ദേഹത്തെ കൃത്യമായി ട്രാക്ക് ചെയ്തിട്ടുണ്ടെന്നാണല്ലോ മനസ്സിലാക്കുക. അതെ അതെ. അപ്പോൾ ഈ അജ്ഞാതൻ അതേപോലുള്ള സംഗതികളുടെ ആക്രമണത്തിൽ പലരും പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത്തരം ഒരു സാധ്യതകളിലേക്ക് പോകാൻ സാധ്യതയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അജ്ഞാതൻ ശരിക്കും പറഞ്ഞാൽ വസൂരിസ്ഥാൻ, അതുപോലെ തന്നെ ബലൂജ്, ഈ മേഖലയിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ നിലപാടെടുക്കുന്നു, ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നു, ഇന്ത്യക്കാരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു, അവരെ അജ്ഞാതൻ വന്ന് തീർക്കുക. അത് ബൈക്കിലെത്തിയാകാം, കാറിലെത്തിയാകാം, അജ്ഞാതൻ തീർത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ബഹവൽപൂർ എന്ന് പറയുന്ന സ്ഥലം അത്ര സേഫ് അല്ല എന്ന് മസൂദ് അസറിന് തോന്നിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അജ്ഞാതൻ പതുക്കെ മസൂദ് അസറിൻ്റെ പിന്നാലെ എത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് അയാൾ ഒരു സ്ഥലത്ത് നിൽക്കാതെ ഓടടാ ഓട്ടം എന്ന് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നത്. അതായത് മസൂദ് അസർ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ബഹവൽപൂരിൽ നിന്ന് 1000 കിലോമീറ്റർ അകലേക്ക് പോകണമെങ്കിൽ അജ്ഞാതൻ നിങ്ങളെ ലക്ഷ്യമിട്ട് രംഗത്തേക്ക് ഇറങ്ങി എന്നുള്ള സൂചന കൃത്യമായിട്ട് പാകിസ്ഥാൻ ഭരണകൂടത്തിന് കിട്ടി. അതുകൊണ്ട് മസൂദ് അസറിനെ സംരക്ഷിച്ചെടുക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. അപ്പോൾ ഇയാളെ സുരക്ഷിതമായിട്ട് സ്ഥലത്തേക്ക് മാറ്റിയിട്ട് ഇപ്പുറത്തേക്ക് മാറി അയാളുടെ അനുയായികൾ തന്നെ പഴയ വീഡിയോ, ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പറഞ്ഞു ഇയാൾ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ അജ്ഞാതൻ വന്നാൽ അയാളെ തെറ്റിദ്ധരിപ്പിക്കാം, ഇങ്ങനൊരു ധാരണയുണ്ട്. ഇനി ഇപ്പുറത്ത് ജെയ്ഷെ മുഹമ്മദ് പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്, നമുക്ക് വീണ്ടും അറ്റാക്ക് ചെയ്യണം, ഞങ്ങൾക്ക് ജിഹാദാണ് ലക്ഷ്യം. അപ്പോൾ യൂണിഫോം ഇടാത്ത പട്ടാളക്കാരായാലും ഇട്ട പട്ടാളക്കാരായാലും ലക്ഷ്യം ജിഹാദ് തന്നെയെന്ന് അസീം മുനീർ സൈനിക മേധാവിയും പറഞ്ഞതാണ്. അപ്പം കശ്മീർ മേഖലയിലേക്ക് ഞങ്ങൾക്ക് കടന്നു കയറണമെന്ന് ഈ ജെയ്ഷെ മുഹമ്മദ് ആവശ്യപ്പെടാം. അങ്ങനെ ആവശ്യപ്പെട്ടാൽ ഒന്നുകിൽ പാകിസ്ഥാൻ ഭരണകൂടം സമ്മതിക്കാം, സമ്മതിച്ചാൽ ഇന്ത്യയുടെ അറ്റാക്ക് ഉണ്ടാവും. ഇനി സമ്മതിച്ചില്ല എന്ന് വെച്ചു, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ജെയ്ഷെ മുഹമ്മദ് ഇനി ഞങ്ങൾ ഒറ്റയ്ക്ക് കാശ്മീരിനെ ആക്രമിച്ചിട്ട് ഞങ്ങൾ അവിടെ ഭരണം പിടിച്ചെടുക്കും, അങ്ങനെ ഒരു നീക്കം നടത്താം. അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു നിലപാട് കൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാം. അപ്പോൾ ജെയ്ഷെ മുഹമ്മദ് പാകിസ്ഥാന് തന്നെ പണി കൊടുത്തു കാരണം അവരുടെ ലക്ഷ്യം ജിഹാദാണ്, ഇന്ത്യക്കാരെ കൊല്ലുക, സ്വയം ചാകുക. ഈ ഒരു നീക്കത്തിലേക്ക് നടത്തും. എന്തായാലും അജ്ഞാതൻ അവിടെ എവിടെയോ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയെന്ന് പാക് ഭരണകൂടവും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദും ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് 1000 കിലോമീറ്റർ ദൂരെ ഇയാൾ എത്തുകയും സ്കർദുവിലുള്ള സത്പാറ എന്ന് പറയുന്ന തടാകങ്ങളുടെ ഒരു നാട്ടിൽ കാണുകയും ചെയ്തത്. അങ്ങനെ കാണുന്നതിൻ്റെ ദൃശ്യം പുറത്തു വന്നതിന് ശേഷം ഇവരെന്തിനാണ് ഭയപ്പെടുന്നത്? ആ ഭയപ്പാട് പിന്നിൽ കാരണം ഉണ്ടാവില്ലേ? അല്ല, ഈ മസൂദ് അസർ നേരത്തെ പറഞ്ഞത് അയാളുടെ ബന്ധുക്കളൊക്കെ കൊല്ലപ്പെട്ടപ്പോൾ അവരോടൊപ്പം എനിക്കും ഷഹീദാകാൻ പറ്റാത്തതിൽ എനിക്ക് സങ്കടം ഉണ്ടെന്ന്, വെറും പുകയായിരുന്നല്ലേ? അതെ അതെ. അപ്പോൾ ഇപ്പോൾ ഷഹീദാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ.